ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മോർണിംഗ് റൊട്ടീനിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചിരുന്നത് മുകളിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെന്നായിരുന്നു. മുകളിൽ നിറയെ കരിയിലയും കാര്യങ്ങളൊക്കെ വീണ് നല്ല പോലെ അഴുക്കായി കിടക്കുകയാണ്. അപ്പോൾ എന്നേലും മുന്നേ രാവിലെ തന്നെ ഒരുത്തൻ സർക്കിട്ടിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ടൈം പോവും. അപ്പോൾ ഞാൻ നേരെ മുകളിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇന്നലെ ഞാൻ വന്ന് നോക്കി കുറച്ച് ഇല വാരിയിടുന്ന സമയത്ത് തന്നെ മഴ പെയ്തു. ആ ഒരു കവറാണ് അവിടെ കിടക്കുന്നത്. ഇന്നലെ കുറച്ച് ഇല വാരിയിട്ടതേ ഉള്ളൂ, അപ്പം തന്നെ മഴ പെയ്തു എല്ലാം കുളമായി. അപ്പോഴത്തേക്കും ഞാൻ താഴ്ത്തിക്ക് പോയി. പിന്നെയും ഇന്നാണ് ഞാൻ വന്നത്. ഇന്നിപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. അതിനുള്ളിൽ എനിക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ ഇത് അപ്പുറത്തെ വീട്ടിലെ കണിക്കൊന്ന മരം നമ്മളുടെ ഇങ്ങോട്ടേക്കാണ് ചാഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് കണ്ണിനൊരു കുളിർമ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനെൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ചൂലും അടിച്ചു വരണ കോരിയൊക്കെ എടുത്തതിന് നിലത്തുനിന്ന് വന്ന് അതിന് ശേഷം എല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്തെടുക്കുവാണ്. അതിൻ്റെ ഇടയിൽ കുക്കിയും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. കുക്കിങ് അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ നോക്കി നടക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. കുറേ നേരം നോക്കുമ്പോഴത്തേക്കും ഒരു കരിയിലെടുത്ത് അവൻ അപ്പുറത്തോണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്കെടുത്ത് തരാൻ പാടില്ലേ? അതില്ല. ഓരോ മൂലയിലും കുറേ കരിയില വന്ന് പറന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ക്ലീൻ ആയിട്ടുണ്ടോ? നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ ക്ലീനിങ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞാൻ താഴത്തേക്ക് പോവാണ്. താഴത്തേക്ക് പോയിട്ട് എനിക്ക് ജിമ്മിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിയണം, എന്നാലേ എനിക്ക് ജിമ്മിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ABC ജ്യൂസ് ഉണ്ടാക്കാം. ABC ജ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് വേണം, ആപ്പിൾ വേണം, ബീട്രൂട്ട് വേണം. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കുക. ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ജിമ്മിൽ പോകാനുള്ള സമയം. അതിനുള്ളിൽ എനിക്ക് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് 2-3 മീനുകളുണ്ട്. അതായത് ഒരു 5 ഏഞ്ചലും പിന്നെ 2-3 ഗപ്പീസും ഉണ്ട്. 2 ടാങ്കുകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അതിന് കൊണ്ടിട്ട് ഫുഡ് കൊടുക്കാൻ. കുക്കി പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും, എല്ലാത്തിനും എൻ്റെ പുറകേന്ന് മാറൂല പുള്ളി. ഞാനപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ജ്യൂസും കുടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, മീനിന് ഫുഡ് കൊടുത്തിട്ടില്ല. അങ്ങനെ മീനിൻ്റെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നേലും മുന്നേ അവനാണ് ധൃതി എല്ലാത്തിനും കൊടുക്കാൻ. അപ്പോൾ അതിന് ശേഷം ഞാൻ മുറ്റടിച്ച് വാരുകയാണ്. അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിനുള്ള ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നമുക്ക് ജിമ്മിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ജിമ്മിലേക്ക് പോകാൻ റെഡിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ ജിമ്മിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി സെറ്റായി വന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ജിമ്മ്, ഡു ഇറ്റ്. അപ്പോൾ നമ്മളുടെ ജിമ്മിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. നമുക്ക് ആദ്യമേ കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആശാൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നമുക്ക് വേണ്ടുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇന്ന് എന്തായാലും കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും ചെരുപ്പ് കിടക്കുന്നുണ്ട് പുറത്ത്. അപ്പം ഞാൻ വാമപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം പുഷപ്പ് ചെയ്തു, പിന്നെ പുള്ളപ്പ് ചെയ്തു,
പിന്നെ ടിപ്സ് ചെയ്തു. അതിന് ശേഷം ഞാൻ ആശാൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ള വീഡിയോസുമായി ഞാൻ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.